സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ ആർജവാണ് മരണപ്പെട്ടത്. മലപ്പുറം AUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ആർജവ്. കടുത്ത പനിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ ആരോഗ്യനില വഷളാവുകയും അല്പസമയം മുൻപ് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ ഷിഗല്ല കേസുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 കുട്ടികൾക്ക് കൂടി ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ 1 വയസ്സുകാരനും പയ്യോളി സ്വദേശിയായ 9 വയസ്സുകാരനുമാണ് പുതുതായി രോഗം ബാധിച്ചത്. ഇതിൽ 9 വയസ്സുകാരൻ ആശുപത്രി വിട്ടെങ്കിലും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 1 വയസ്സുകാരന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ വർഷം ജനുവരി മുതൽ ഇതുവരെ സംസ്ഥാനത്താകെ 135 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ പകുതിയിലധികം കേസുകളും കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴക്കാലം ശക്തമായ ജൂൺ മാസത്തിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം 61ആയി ഉയർന്നു കഴിഞ്ഞു. രോഗബാധ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾ അതീവ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തിരൂരങ്ങാടിയിലുള്ള ഒരു ഇളനീർ പാർലർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ അടിയന്തരമായി അടപ്പിച്ചു. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകി. ഈസ്റ്റ് ലൈഫ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.